സുഹൃത്തുക്കളെ നമസ്കാരം. സുരേഷ് ഹിമഗിരിയാണ്. നമ്മുടെ ചെങ്ങന്നൂരിൽ നടക്കുന്ന സരസ് മേളയുടെ ഫുഡ് കോർട്ടാണ് ഇന്ന് കാണുന്നത്. ഫുഡ് കോർട്ടിൽ കേരളത്തിലെ പല ജില്ലകളുടെ വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, മറ്റ് സ്റ്റേറ്റുകളുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയെല്ലാം നമ്മൾ സുലഭമായി ലഭിക്കും. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാണ്. അവിടെ ഹാളിൻ്റെ സെൻട്രലായിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെയാണ് തിരക്ക്. ഇവിടെ എല്ലാ ഫുഡുകളും ആൾക്കാർ വാങ്ങിച്ച് ചോദിച്ച് നോക്കുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ള സ്റ്റാളുകളിൽ സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ തിരക്ക് ഈ ഫുഡ് കോർട്ടിലാണ്. ഫുഡൊക്കെ വാങ്ങാനായിട്ട് പ്രത്യേക കൂപ്പൺ എടുക്കണം. ഹാളിൻ്റെ സെൻട്രലായിട്ട് പ്രത്യേകം പിന്നെ ഒരു കൗണ്ടർ ഉണ്ടാവും. അവിടെ നിന്ന് നമുക്ക് പറഞ്ഞ് ഏത് കൗണ്ടറിലാണെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നമുക്ക് ഫുഡ് കൂപ്പൺ എടുത്തിട്ട് ആ കൂപ്പൺ കൊണ്ടുവന്ന് ഓരോ സ്റ്റാളിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടും. അങ്ങനെ വിവിധ രുചികളുള്ള പല സ്റ്റേറ്റുകളുടെ, അപ്പോൾ ആലപ്പുഴയൊക്കെ ആണെങ്കിൽ അവിടെ കരിമീനും കപ്പയും മീനും ഒക്കെ ഉണ്ട്. അതുപോലെ ഒറീസ, ആസാം, പിന്നെ ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളുടെ ഫുഡ് നമുക്ക് രുചിച്ച് നോക്കാൻ പറ്റും. ഓരോ ദിവസവും വന്നിട്ട് ഓരോരോ ഫുഡ് കഴിച്ചു പോകുന്നവരുണ്ട്, എല്ലാ ദിവസവും വരുന്നവരുണ്ട്. എന്തായാലും സരസ് മേളയിൽ ഫുഡിൻ്റെ ഒരു ബഹളമാണ്. ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കാം. ഫുൾ ചിക്കൻ കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാതെ തന്നെ അവിടുത്തെ ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാം. നല്ല തിരക്കാണ്, കണ്ടില്ലേ. ആൾക്കാരൊക്കെ നല്ല ഭക്ഷണം കണ്ടിട്ട് കൊതിച്ച് എല്ലാം വാങ്ങിച്ച് കഴിക്കുകയാണ്. എന്താണിത്! ഓഹോ, അപ്പുറത്തെ സ്റ്റേജിലാണെങ്കിൽ റിമി ടോണിയുടെ ഗാനമേള, അടിച്ചുപൊളി ഗാനമേളയും ഓഡിയൻസിൻ്റെ ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒന്നും പോകാതെയാണ്, അതൊന്നും കേൾക്കാതെ കാണാതെയാണ് ഈ ആഹാര പദാർത്ഥങ്ങൾ വാങ്ങിക്കുന്നിടത്ത് ഇത്രയും തിരക്ക്. എങ്ങനെയാണ് തിരക്കുണ്ടായിരിക്കുക? വിവിധ സംസ്ഥാനങ്ങളിലെ ഫുഡല്ലേ വന്നിരിക്കുന്നത്, നമുക്ക് സുഖമായിട്ട് വാങ്ങിച്ചു കഴിക്കാം.
ചേച്ചി? പറഞ്ഞിട്ടുണ്ട് കച്ചവടം കഴിഞ്ഞ് അധികം വരുന്നെങ്കിലേ അങ്ങനല്ല. Tender coconut, fig and honey, Spanish millet.